പ്രധാനപ്പെട്ട അജണ്ട. അതുകൊണ്ട് മനുസ്മൃതിയായിരിക്കണം അതിൻ്റെ ഉള്ളടക്കം. അതിന് 430 സീറ്റ് BJPക്ക് ലഭിക്കണമെന്നായിരുന്നു കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലെ BJPയുടെയും സംഘപരിവാറിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ജനങ്ങളുടെ മുമ്പിൽ വെച്ച ആവശ്യം. പക്ഷെ ജനങ്ങൾ അത് സമ്പൂർണമായിട്ട് തിരസ്കരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അത് പൂർണ്ണമായി നടപ്പിലാക്കാൻ അവർക്കായില്ല എന്നുള്ളതുകൊണ്ട് പടിപടിയായി എങ്ങനെയാണ് നവഫാസിസത്തിലേക്ക് രാജ്യം കടക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് പാർലമെൻറ്റിൽ അവതരിപ്പിച്ച 130-ാം ഭരണഘടനാ ഭേദഗതി ബില്ല്. സാധാരണ ഭരണഘടനാ ഭേദഗതിയെല്ലാം അവതരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി 2 ദിവസം മുമ്പെങ്കിലും അംഗങ്ങൾക്ക് നോട്ടീസ് നൽകേണ്ടതായിരുന്നു. അങ്ങനെയുള്ള ഒരു നോട്ടീസും ഈ 130 ഭേദഗതിയുമായിട്ട് ബന്ധപ്പെട്ട് നൽകാൻ കേന്ദ്ര ഗവൺമെൻറ് അമിത്ഷാ കൂട്ടാക്കിയിട്ടില്ല. പ്രതിപക്ഷം അതിശക്തിയായി ഒറ്റക്കെട്ടായി ഈ നിലപാടിനെ എതിർക്കുകയും ബില്ലെല്ലാം വലിച്ചു കീറി ശക്തിയായ പ്രതിഷേധം സഭക്കകത്ത് തന്നെ രേഖപ്പെടുത്തുകയൊക്കെ ചെയ്തെങ്കിലും ആ എതിർപ്പുകളൊന്നും അംഗീകരിക്കാതെ വകവെക്കാതെ യഥാർത്ഥത്തിൽ BJP അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള പുതിയ ഫാസിസ്റ്റ് രീതിയിലേക്കുള്ള ചുവടുവെപ്പ് ഒന്നുകൂടി മുമ്പോട്ടേക്ക് വെച്ചിരിക്കുകയാണ്. ഏതെങ്കിലും മന്ത്രിയോ മുഖ്യമന്ത്രിയോ ഏതെങ്കിലും കേസിൻ്റെ ഭാഗമായിട്ട് അറസ്റ്റ് ചെയ്യപ്പെടുകയോ റിമാൻഡ് ചെയ്യപ്പെടുകയോ ചെയ്താൽ 30 ദിവസത്തിനകം രാജിവെക്കണം എന്നുള്ളതാണ് വ്യവസ്ഥ ചെയ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി ഗവർണർക്ക് നിർദ്ദേശം നൽകി ഗവർണറാണ് അത്രേ നീക്കം ചെയ്യേണ്ടത്. അത് മുഖ്യമന്ത്രിയോ ഗവർണറോ ചെയ്യുന്നില്ല എങ്കിലും 32ാമത്തെ ദിവസം മുതൽ രാജി പ്രാബല്യത്തിൽ വരും. ജനാധിപത്യ സംവിധാനത്തിൽ ഇതേവരെയുള്ള എല്ലാറ്റിനെയും മറികടന്നുകൊണ്ട് പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ആരെയും, ഏത് മുഖ്യമന്ത്രിയെയും ഏത് മന്ത്രിമാരെയും നമുക്കെല്ലാം അറിയുന്നത് പോലെ മുമ്പ് മുഖ്യമന്ത്രിയെ ജയിലടച്ച കാര്യം നമുക്ക് അറിയാം. ഡൽഹി മുഖ്യമന്ത്രിയായിരുന്ന കെജ്രിവാളിനെ, അതുപോലെ തന്നെ മന്ത്രിയായിട്ടുള്ള മനീഷ് സിസോദിയെ, സത്യേന്ദ്ര ജെയിനിനെ, ഇവരെല്ലാം മുമ്പ് മാസങ്ങളോളം ജയിലിലടച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ, അദ്ദേഹത്തെ നീണ്ടകാലം ജയിലിലടക്കുന്ന നില ഉണ്ടായിട്ടുണ്ട്. കെജ്രിവാൾ മുഖ്യമന്ത്രിയായിരുന്ന ഘട്ടത്തിലാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത്. പക്ഷേ ജയിലിൽ കിടന്നുകൊണ്ട് മുഖ്യമന്ത്രിയായിട്ട് തന്നെയാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. ജനാധിപത്യത്തിൻ്റെ അന്തസത്ത